ഹായ് ഗായ്സ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ. അപ്പോൾ എപ്പോഴും പെറ്റിൻ്റെ വീഡിയോ അല്ലേ, അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയതായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ് ഇന്നൊരു നോൺ വെജാണ് വെക്കാൻ പോകുന്നത്, വെജല്ല കേട്ടോ. ഞാൻ എപ്പോഴും വെജിറ്റബിളാണ് വെക്കുന്നത്, വെജാണ് വെക്കുന്നത്. ഇന്നൊരു നോൺ വെജ് വെക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം കേട്ടോ. എൻ്റെ മോഡലിൽ വെക്കുന്നതാണേ. അപ്പോൾ അപ്പുറത്തൊക്കെ സംസാരം കേൾക്കുന്നതുകൊണ്ട് അവിടെ ലേബേഴ്സ് ഉണ്ട്, അതാണ് ആ ബംഗാളിയിൽ സംസാരം കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ വിഭവം. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. മീൻ കറി എന്ന് പറഞ്ഞാൽ ഒരു 4-5 പീസ് കട്ട്ലയാണ്, കട്ട്ല മീനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ബംഗാളി കറിയൊക്കെ മീൻ കറി വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ബംഗാളിയിൽ കട്ട്ല ദൊയ് വെച്ചിട്ട്, അതായത് തൈരിട്ടുണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ബെഡ്ക്കിയുടെ കാണിച്ചിട്ടുണ്ട്. പാഴ്സി വെച്ചിട്ട്, അതായത് കണമ്പ് നമ്മൾ കടുക് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കട്ട്ല നമ്മുടെ മോഡലിൽ തന്നെ, നമ്മുടെ കേരളീയ സ്റ്റൈലിൽ തന്നെ ഒരു നാടൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ 4-5 കട്ട്ലയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഉള്ളി കിട്ടിയില്ല കേട്ടോ. മലയാളി കടയിൽ പോകുമ്പോഴേ ഉള്ളി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ ഉള്ളി വരുള്ളൂ മാർക്കറ്റിൽ. അത് ഭയങ്കര വിലയുമായിരിക്കും കേട്ടോ. 100 ഗ്രാമൊക്കെ 80 രൂപയാണ്. അപ്പോൾ എൻ്റെ ബേബി പ്യാജ് ഉണ്ടായിരുന്നു, അതായത് ബേബി സവാള ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉള്ളിക്ക് പകരം ബേബി സവാള മേടിച്ചിട്ടാണ് അങ്ങനെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി കഴുകി അത്യാവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഞാനത് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മീൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കളർ വേണ്ടേ, അതൊക്കെ ഒരു സ്റ്റൈലിൽ നിൽക്കണ്ടേ. ഇത് എരിവുള്ള നമ്മുടെ പിരിയമുളകിൻ്റെ എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്, നമ്മൾ പലതരത്തിലും മീൻകറി വെക്കാറുണ്ടല്ലോ, പാലിട്ടും പപ്പാസായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇന്ന് ഞാൻ ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ട് അരയ്ക്കും. അധികം വറുക്കില്ല, ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചിട്ട് തേങ്ങാപ്പാലിലാണ് വെക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഇത് 2ാം പാല്, ഇതൊന്ന് 1ാം പാലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ചെറു തീയിൽ വെച്ചിട്ട് പതുക്കെ വേണം വെക്കാൻ. പിന്നെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചില്ല. മഞ്ഞൾപ്പൊടി കേട്ടോ, ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത്രയാണ് ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ ആരും തന്നെ വ്യൂവേഴ്സ് ഒരുപാട് കാണാറില്ല. അപ്പോൾ അതിനി ബംഗാളി ഫുഡായത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു കേട്ടോ. ചീനച്ചട്ടി വെച്ചിട്ട് ഈ പൊടികളെല്ലാം ഞാനൊന്ന് ചൂടാക്കി എടുക്കുവേ, എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കുക. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലായിരുന്നു. ഞാനൊരു വെറൈറ്റി, ഒരു ദിവസം ഇങ്ങനെ വച്ച് ആ ഒരു തേങ്ങാപ്പാലിലൊക്കെ വെച്ചപ്പോൾ ഇവിടെ കിട്ടുന്ന ബെഡ്ക്കി, കട്ട്ല, റൂയിയൊക്കെ. അപ്പോൾ റൂയി ഒന്നും ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ബെഡ്ക്കിയും കട്ട്ലയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കാം. പിന്നെ നമ്മുടെ നാട്ടിലെ അയില, ചാളയൊന്നും ഇവിടെ കിട്ടുന്നില്ല. അതിലൊക്കെ ഹൗറയിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടും. അപ്പോൾ ചാളയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് തന്നെ നാട്ടിൽ വന്നപ്പോഴേ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെയൊക്കെ അയില മാത്രമേ വരുള്ളൂ. അയിലയാണെങ്കിൽ അത് ചീഞ്ഞ അയിലയൊക്കെ ആയിരിക്കും. ചാളയൊന്നും അങ്ങനെ ചൂരയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി കേട്ടോ. നെയ്മീനൊക്കെ മേടിക്കണമെങ്കിൽ ഹൗറയിലൊക്കെ പോകണം. നമ്മൾ 2000-2500 രൂപ വണ്ടിയിൽ പെട്രോൾ ചിലവാക്കിയൊക്കെ പോയിട്ട് വരുമ്പോഴാണ് മീൻ മേടിച്ച് വരാൻ പറ്റുള്ളൂ. അതിരാവിലെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ മീനും കൊണ്ടൊക്കെ നമ്മൾ തൃപ്തിപ്പെടുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഈ പൊടികൾ തീ കുറച്ച് വെക്കുന്നു കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് ഇതായി പോവില്ലേ. എന്നിട്ട് ഞാനിത് ഈ പൊടികളെല്ലാം ഒന്ന് ഇട്ടിട്ട് ചൂടാക്കുന്ന കേട്ടോ. ചൂടാക്കണേ. മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണേ. ഇപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വെച്ചപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും പറയും മമ്മി ഇങ്ങനെ. അപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ മലയാളി കറി കഴിക്കാൻ ഇച്ചിരി പിറകോട്ട്. അവൾ ഇവിടെ ജനിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി പിറകോട്ടിലാണ്. അവൾക്ക് ബംഗാളി കറിയാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ മോൻ അങ്ങനെയല്ല, നല്ല കുടംപുളിയിട്ട് ഇങ്ങനത്തെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇത്തിരി വലുതായപ്പോൾ ഞാനിപ്പോൾ അവിടെ ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങി, ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കറിയൊക്കെ അവൾ
കഴിക്കാൻ തുടങ്ങി, ഒരു പീസൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് ചൂടാക്കി എടുക്കുന്നു. ഇത് തണുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് വരും കേട്ടോ. നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടതെന്ന് പറഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാനത് വലുതായിട്ടൊന്നും ചൂടാക്കാനൊന്നും പിടിക്കുന്നില്ല. തീ അണച്ചു. എന്നിട്ട് ഞാൻ ഈ കാശ്മീരി എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ടത് ഒരു കളറിന് വേണ്ടി കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വച്ചപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ 2-3 പ്രാവശ്യം വെക്കാൻ തുടങ്ങി. ഇങ്ങനെ എത്ര പേര് പ്രേക്ഷകർ വയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒന്ന് വച്ച് നോക്കുക, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അതൊന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പൊടികൾ ഒന്ന് ചൂടാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ ആ പച്ചപ്പൊക്കെ പോകുമ്പോൾ ഒരു ടേസ്റ്റാണ്. നമ്മൾ പൊടിയിട്ടും വെക്കും കേട്ടോ, അങ്ങനെ പച്ചയ്ക്കും വെക്കാറുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ പല തരത്തിൽ വെക്കാറില്ലേ. അപ്പം ഞാൻ ഇതൊരു തരം എൻ്റെ രീതി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പം ഞാൻ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇത് നമുക്ക് ചട്ടിയിലാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിലിട്ട് ഇത് കൂട്ടിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് വെള്ളമേ ഒഴിക്കാവേ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ മീനെടുത്ത് ഇട്ട് കൊടുക്കും കേട്ടോ. അതായത് കുറച്ച് വെള്ളം ഒഴിക്കണം, കാരണം നമ്മൾ ഈ 2ാം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച്, അത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് തിളക്കട്ടെ ഈ കൂട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുടംപുളി അങ്ങനത്തെ ഐറ്റമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മീനിട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇന്ന് പോകാത്തതുകൊണ്ട് കറിവേപ്പിലയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കറിവേപ്പില ഒന്ന് പൊടിച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേന്ന് ഞാൻ ഇത് ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില കേട്ടോ. അതൊന്ന് ഇവിടെ സ്ഥലമൊന്നുമില്ല, എല്ലാ സിമെൻറ്റും കാര്യങ്ങളല്ലേ. എന്നാലും ഞാനൊരു ചെറുതൊരു മണ്ണ് കൂട്ടിയിട്ടിട്ട് ചെറുത് നട്ടു. അപ്പോൾ അതൊന്ന് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വേറെ കറിവേപ്പില ഇന്ന് മാർക്കറ്റിൽ ഇന്നലെ ഇന്ന് മേടിക്കാത്തതുകൊണ്ട്, മാർക്കറ്റിൽ പോകാത്തതുകൊണ്ട് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുടംപുളി, നല്ല കുടംപുളിയാണ്. എൻ്റെ കസിന് വന്നപ്പോൾ കുറേ കുടംപുളി കൊണ്ടുവന്നു. അപ്പോൾ അത് നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കുടംപുളിയും വളംപുളിയൊക്കെ കൊണ്ടുവന്നാൽ അതിങ്ങനെ 1-2 കൊല്ലത്തേക്ക് ഞാൻ നല്ലവണ്ണം അതൊന്ന് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലെ ഇതാണ് കേട്ടോ. ഇപ്പോൾ അവരില്ല, ഇപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും കാനഡയിലാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് വന്നിട്ടാണ്, ഇപ്പോൾ 1 വർഷമായിട്ട് അവർ കാനഡയിൽ പോയി. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നിട്ടാണ് അവർ പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. എനിക്ക് 2 ജാറിൽ ഞാൻ നിറച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുടംപുളിയൊക്കെ എടുക്കുമ്പോൾ അവർ ഓർക്കുന്നതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചട്ടി ഇതുപോലത്തെ ചട്ടി ഇവിടെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും ട്രെയിനിൽ വന്നാൽ ചട്ടി കൊണ്ടുവരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ വരണം, ചട്ടി കൊണ്ടുവരാൻ വേണ്ടി ട്രെയിനിൽ വരണം. അതും കുറേ ഷാളൊക്കെ ഇട്ട് പൊതിഞ്ഞ് നമ്മൾ 2-3 ചട്ടി കൊണ്ടുവരുമ്പോൾ ഒരെണ്ണം ചിലപ്പോൾ പൊട്ടിപ്പോവും, 2 കിട്ടും, അങ്ങനെയൊക്കെ. ഫ്ലൈറ്റിലൊന്നും ഇങ്ങനത്തെ സാധനവും ലഗേജൊന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊന്നുപോലെ 2-3 എൻ്റെ അനിയത്തിയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ ഈ ചട്ടി 2 ബംഗാളികൾക്ക് വേണം. അപ്പോൾ അത് അവർക്കും നമുക്കും വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ട്രെയിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയൊക്കെ നല്ല പൊന്നുപോലെ ഞാൻ സൂക്ഷിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ കൂട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് കുടംപുളി നല്ല കറക്റ്റായിരിക്കും, നല്ല കുടംപുളിയാട്ടോ. തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുടംപുളി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഉപ്പിട്ട് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. കൂട്ടിൽ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിക്കുന്നുണ്ട്. കുറേ വെള്ളമായി കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോകില്ലേ. എന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊന്ന് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. നമ്മളൊന്ന് വറുത്തിട്ട് ചൂരക്കറിയൊക്കെ ട്രിവാൻഡ്രം സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഒന്ന് വറുത്തിട്ടൊക്കെ വെക്കുന്നത്. അവർ വാളംപുളിയിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ കുടംപുളിയിട്ട് തന്നെ എറണാകുളം സൈഡിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് അവിടെയൊക്കെ വെക്കുന്നത് കുടംപുളിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണം ഇട്ട് കൊടുത്തു.
എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ തിളച്ച് ഒന്ന് ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ചെറു തീയിൽ അങ്ങനെ ഇരുന്ന് വറ്റി അതൊരു കുഴമ്പ് രൂപത്തിലൊക്കെ ആകുമ്പോഴാണ് ഈ മീനിന് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ അടച്ചു വെച്ച് കൊടുത്തു. അവിടെ ഇരുന്നത് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, ഒന്ന് തിളച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് മീനൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കറിവേപ്പില, ഞാൻ കറിവേപ്പില കണ്ട ഭയങ്കര പെപ്പറാണോ കേട്ടോ, ഉള്ളതൊക്കെ വലിച്ചു വാരിയിടും. അപ്പോൾ ഇവിടെ പറയും കേട്ടോ നമ്മുടെ ഹസ്ബൻഡൊക്കെ ചവറ് പോലെ വാരി വലിച്ചിടുന്നു എന്നൊക്കെ. പക്ഷേ എനിക്ക് കറിവേപ്പിലയിലൊക്കെ ടേസ്റ്റ്, ഉണങ്ങിയിരുന്നാലും കറിവേപ്പിലയൊന്നും കളയാൻ പാടില്ലല്ലോ. ഇവിടെയൊക്കെ കറിവേപ്പിലയൊക്കെ ചില സമയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 2-3 എതൾ ഇതുപോലെ നമ്മളൊരു 2-3 എതൾ മേടിക്കുമ്പോൾ തന്നെ 10 രൂപ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. കണ്ടോ, കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ ഉജാലയുടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കാനും പാടില്ല, നമ്മൾ കയ്യിൽ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കേട്ടോ. എന്നാലും ഞാനൊന്ന് ഇടവിട്ട് ഇങ്ങനെ ഒന്ന് ഗ്യാപ്പിലൊന്ന് കൊടുക്കുന്ന കേട്ടോ. എന്നിട്ട് ഞാനിത് അടച്ചു വെക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് മീനൊന്ന് നോക്കാം കേട്ടോ. കണ്ടോ, തിളച്ച് വരും. നമ്മൾ ആ കൂട്ട് ഇടുമ്പോൾ ഒരു ചുവയൊക്കെ ഉണ്ടാവും, പക്ഷേ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക, പുളി പോരെങ്കിൽ പുളി നോക്കുക, ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പുളി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേണമെന്നുള്ളവർക്ക് പുളി നോക്കിയിട്ട് അതിൻ്റേതായ രീതിയിലുള്ള എരിവും പുളിയും ഒക്കെ അതൊക്കെ നിങ്ങളുടെ രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇങ്ങനെയൊക്കെ മീൻ വെക്കുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനോ എഡിറ്റിംഗ് ചെയ്യാനോ ആരും തന്നെയില്ല. എല്ലാം ഞാൻ എൻ്റെ സ്വന്തമായിട്ടാട്ടോ എഡിറ്റിങ് ഞാൻ പഠിച്ചത്. അങ്ങനെ വലിയ എഡിറ്റിംഗ് ഒന്നും അല്ല കേട്ടോ, എന്നാലും സ്വന്തമായിട്ട് ഞാൻ പഠിച്ചു. വേറൊരു ഫോണിൽ നോക്കി അതിൻ്റെ പാറ്റേണൊക്കെ പഠിച്ചു. കെൻ മാസ്റ്ററിൽ പോയി ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് സ്പൂണ് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ 2ാം പാൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാം ഞാൻ തന്നെ പഠിച്ച. ഇവിടെ എനിക്ക് വേറെ മലയാളികളോ അല്ലെങ്കിൽ വേറെ സഹായിക്കാമെന്നുള്ളവരോ, ഞാൻ അങ്ങനെയൊന്നും ഒരു വീട്ടിൽ പോകുന്ന ആൾക്കാരോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാം സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചില സമയം എനിക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ എഡിറ്റിംഗ് ചെയ്യാതൊക്കെ എൻ്റെ മോൻ്റെ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കയ്യിൽ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 2-3 സ്റ്റാൻഡുണ്ട്, പക്ഷേ അതൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റാൻഡിൽ ഞാൻ മൊബൈൽ വച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്, അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പം ഞാൻ 2ാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2ാമത്തെ തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് പേഷ്യൻസ് വേണം കേട്ടോ, ഇതിന് തീയൊക്കെ കുറച്ച്. ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് തിളക്കട്ടെ. തിളച്ച് ഞാൻ പിന്നെയും ഒഴിച്ചു കൊടുക്കും. ഈ 2ാം പാൽ തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഒഴിച്ച് ചെറു തീയില ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെയും തുറന്ന് ബാക്കിയുള്ള 2ാമത്തെ പാലും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഞാനിങ്ങനെ പറ്റിക്കുന്ന കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ പൊടികൾ കേട്ടോ. മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് മല്ലിപ്പൊടി വേണ്ട, ഞാനൊരു കൊഴുപ്പിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ എരിവുള്ള മുളക് പൊടി വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി എരിവ് കൂടുതൽ ഞാൻ അങ്ങനെ ഇടാറില്ല. മുളക് പൊടി എപ്പോഴും കുറച്ചാണ് ഇടുന്നത്. പിന്നെ ഈ മീൻ ഇങ്ങനെ വെച്ചോണ്ട് ഞാനൊന്ന് കൂടുതൽ മുളക് പൊടി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. ബാക്കി കളറൊക്കെ കാശ്മീരി മുളക് പൊടിയുടെയാണ്. ചിലവർ കുരുമുളകിൻ്റെ പൊടി ഇടാറുണ്ട്. പക്ഷെ ഞാൻ കുരുമുളകിൻ്റെ പൊടിയോ ഉലുവയൊന്നും ഇടുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അടച്ചൊന്നും കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് 1ാം പാലിട്ട് ഒന്ന് കൂടെ വറ്റിച്ചിട്ട് നമുക്കിങ്ങെടുത്ത് എണ്ണയൊക്കെ ഇടാം കേട്ടോ. ഇതുപോലെ അപ്പോൾ എല്ലാവരും പൊടികളും എരിവും
കുത്തലൊന്നും ഇല്ലാതിരിക്കേണ്ട അതിന് അനുയോജ്യമായ മീനിന് അനുയോജ്യമായ നിങ്ങൾക്ക് അനുയോജ്യമായ പൊടികൾ അതിന് പാകത്തിന് ഇടുക. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ ഏത് പരുവാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തെളിഞ്ഞു വരണം. ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയൊന്നും ഒഴിച്ച് കടുകൊന്നും തളിച്ചിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അത് ആ മീനിൻ്റെ ആ ഒരു എണ്ണ തെളിഞ്ഞു വരണം. ആ മീനിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരുപാട് കയ്യിൽ കൊണ്ടൊന്നും ഇളക്കുന്നില്ല. ഇത് കണ്ടോ. ഇനി ഒരു ഇച്ചിരിയും കൂടെ വറ്റിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വറ്റിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പൊടികൾ ഇടുമ്പോൾ നിങ്ങളുടെ രുചിക്കനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടികൾ ഇടുക. മല്ലിപ്പൊടി വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുക. ഞാനൊരു കൊഴുപ്പിന് വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് ഒന്നാം പാൽ ഒഴിക്കുന്നത് ഇതൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ. തെളിഞ്ഞു വന്നു. ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കട്ടൻ ചായ, ഇത് കണ്ടോ ഗൈസ്, കട്ടൻ ചായ ഇട്ടു. കട്ടൻ ചായ കുടിക്കുന്ന കേട്ടോ. ഇങ്ങനെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ 11:30 മണിയൊക്കെ ആവുമ്പോൾ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് ഓടിയുള്ള പണിയല്ലേ. രാവിലെ 5 മണിക്ക് എണീക്കണം കേട്ടോ. മുറ്റമടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ പൈപ്പ് കൊണ്ടിട്ട് വെള്ളമൊക്കെ വെച്ചു ആ സിമെൻറ്റൊക്കെ ഒന്ന് കഴുകും. അപ്പം ഞാൻ മുറ്റമടിച്ചിട്ട് വരും. പിന്നെ അടിക്കൽ, തുടക്കൽ, അങ്ങനെ ഡെയിലി തുടക്കും കേട്ടോ. പണിക്കാരില്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തുള്ള ചായകളാണ് ഒരു ഊർജം. അപ്പോൾ ഇതേ കട്ടൻ ചായ അതിൻ്റെ ഇടയ്ക്കൊന്ന് മോക്കും ഇട്ട് കൊടുത്തു. ഞാനും കഴിക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ് ഇനി കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മോന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് തണുക്കാൻ. അപ്പോൾ അത് ഇങ്ങനെ പോകുന്നു മെഗാ സീരിയൽ പോലെ പണികൾ. അപ്പോൾ ഗൈസ് ഞാൻ ഇതൊന്ന് കയ്യിൽ എടുത്തില്ല, അല്ലാതെ തന്നെ തുണി കൊണ്ട് പിടിച്ചിട്ട് ആ ചട്ടി ചട്ടിയോടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് വെച്ചു കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. വയറ്റിലൊന്നും വീഴാതെ താഴെ പോകാതെ തീയൊക്കെ കുറച്ചിട്ട് ഭയങ്കര കെയർഫുള്ളായിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. കാരണം എപ്പോഴും ഈ കയ്യിൽ കൊണ്ടിട്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ട ഒന്നാം പാൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ എന്താ ടേസ്റ്റ് എന്ന്. ഇത് മാത്രം മതി നമുക്ക് ചോറിന്. ഇത് കേട്ടോ. എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് തിളപ്പിക്കുള്ളൂ കേട്ടോ. വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. എരിവ് കൂടുന്നതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഇത്തിരി കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് 1-2 മിനിറ്റ് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ചു വെച്ചില്ല കേട്ടോ. അപ്പം ഞാനിത് ഇറക്കാൻ പോകുന്നു. അപ്പോൾ ഇതേ നോക്കിക്കോളൂ. ആദ്യം കുഴമ്പ് പോലെയൊക്കെയാണ് കേട്ടോ. വെള്ളം കൂട്ടിയെടുക്കുന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചോളൂ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നും കൂടെ ഇട്ട് ഒന്ന് വറ്റിക്കാതെയൊക്കെ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ താഴേക്ക് വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഞാൻ താഴേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കറികൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വേണമെന്നുള്ളവർക്ക് കടുക് താളിച്ചൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ കടുകൊന്നും ഇടുന്നില്ല, ഒന്ന് പച്ച വെളിച്ചെണ്ണ മാത്രം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ കറിവേപ്പില കുറേ ഇട്ടതാണ് കേട്ടോ. എന്നാലും ഞാനൊന്ന് പച്ചക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിത് കുറച്ച് അടച്ചു വെക്കുമല്ലോ. അപ്പോഴത്തേക്ക് ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ആ പച്ചപ്പൊക്കെ പോവും. കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മീൻകറി പലതരത്തിൽ വെക്കാം കേട്ടോ. നമുക്ക് തേങ്ങയും മുളകൊക്കെ അരച്ച് വെക്കാം, അല്ലാതെ കടുകാളിച്ച് വെക്കാം, മുളക് കറി വെക്കാം. എല്ലാ കറിയും ഞാൻ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ചൂടായത് കാരണം ഇപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടുള്ള കറികൾ വളരെ കുറവാണ്. മുളക് പൊടിയൊന്നും ഇല്ലാതെ മസാല കുറച്ചുള്ള. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ കറി വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 മാസത്തിന് ശേഷം ഞാൻ വെച്ചത്. കാരണം മക്കളൊക്കെ മോൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴേ ഞാൻ പറയും ചൂട് കുറയട്ടെ, മുളക് പൊടി കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു. 2 ദിവസം ഇവിടെ ചാറ്റ മഴയായിരുന്നപ്പോൾ ഒന്നൊരു സുഖം കിട്ടി. ഇപ്പോൾ അത് കുടുകൂടാ വിയർക്കുന്ന കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കട്ടൻ ചായയുടെ കുടി കൊണ്ട് എൻ്റെ ഇടയ്ക്കൊന്ന് ചായ കുടിച്ചതാണ് കേട്ടോ.
അപ്പം എല്ലാവർക്കും എൻ്റെ മീൻ കറി ഒന്ന് വച്ച് നോക്കുക. അപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികൾ ഇടാവൂ. നിങ്ങൾക്ക് അനുയോജ്യമായ പൊടികൾ അതിന് പാകത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു എരിവും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടിയെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്കൊന്ന് ഇട്ടിട്ട്, തേങ്ങാപ്പാൽ നിങ്ങൾക്ക് കൂടുതലിടുന്നുള്ളവർക്ക് കൂടുതലിടാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പം ഞാൻ ഇതൊന്ന് വെച്ച് നല്ല സൂപ്പർ കറി കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിയില്ല, വേറെ ഒന്നും വേണ്ട. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കൊള്ളാമോ ഇല്ലേന്ന്. എന്നെക്കാൾ ഒത്തിരി നല്ല പാചകത്തിന് നല്ലതായിട്ട് കറി വയ്ക്കുന്നവരൊക്കെ ഉണ്ട്, മീൻ കറികളൊക്കെ. എന്നാലും ഞാൻ എൻ്റെ മോഡലിലൊന്ന് വച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒരു മുറിയുടെ എടുത്തുള്ളൂ. വേണമെന്നുള്ളവർക്ക് ഇത്തിരി കൂടുതലൊക്കെ ഇട്ട് എടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വരും കേട്ടോ. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളുടെ അനുയോജ്യമായ രീതിയിൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം, എൻ്റെ പെറ്റിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. അതുവരേക്കും ബൈ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചായ ഫുള്ളാക്കിയിട്ടില്ല, കുടിക്കാൻ പോകുന്നു. ഓക്കെ, ബൈ.